ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ 14ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, റീറൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് മാത്രമായാൽ പോരാ, നല്ല രീതിയിലുള്ള എഡിറ്റിംഗ് സ്കിൽസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു വർക്ക് നമുക്ക് ആളുകളുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കാണികളുടെ മുമ്പിലേക്കോ, അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരുടെ മുമ്പിലേക്കോ കൊണ്ടുപോയി എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. കാരണം ഏതൊരു കൃതിയെയും മനോഹരമാക്കുന്നത് എഡിറ്റിംഗ് പ്രോസസ്സിലൂടെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു സാഹിത്യ ക്ലാസിക് കൃതികളൊക്കെ എഴുതിയാൽ മാത്രമേ അത് ആളുകൾക്ക് ആസ്വാദികരമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 3 kinds ഓഫ് എഡിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഫോർ കണ്ടന്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഫോർ പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ്, അതുപോലെ തന്നെ ലാംഗ്വേജ് എഡിറ്റിംഗ്. ഈ 3 രീതിയിലാണ് എഡിറ്റിംഗ് നിലനിൽക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഓഫ് കണ്ടന്റും, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഓഫ് പ്രസന്റേഷൻ ഓഫ് കണ്ടന്റും, ലാംഗ്വേജ് എഡിറ്റിംഗും നമുക്ക് 3 രീതിയിലുള്ള കൈൻഡ്സ് ഓഫ് എഡിറ്റിംഗ് ആണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി നമുക്ക് കാണാനുള്ളത് യു ക്യാൻ ബി യുവർ ഓൺ എഡിറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. You would be responsible as a author for producing a well-organized and consistent books for the reader, as well as a complete self-explanatory copy for the printer. Typically, the chief editor of a publishing house issues copy editors guidelines for manuscripts accepting for publication. However, because you may be on your own or expected to take responsibility right away, we have provided a brief list of responsibilities you may be accepted to undertake below. Okay. ദീപ മ്യൂട്ട് ചെയ്യാവടാ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞത് റീറൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗിനെ കുറിച്ചാണ്. 14th ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് എന്താണെന്നും എഡിറ്റിംഗ് കണ്ടന്റിന് വേണ്ടി ചെയ്യും, അതുപോലെ തന്നെ എഡിറ്റിംഗ് പ്രസന്റേഷന് വേണ്ടിയും കണ്ടന്റിന് വേണ്ടി പ്രസന്റേഷൻ ഓഫ് കണ്ടന്റിന് വേണ്ടി ചെയ്യും നമ്മൾ പറഞ്ഞു. ലാംഗ്വേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലാംഗ്വേജ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ വളരെയധികം മനോഹരമാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോ കൃതികളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ 2 രീതിയിൽ വാക്കുകൾ കടന്നു വരുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഞാൻ ഏകനായിട്ട് ഒറ്റയ്ക്ക് നടന്നുപോയി എന്നുള്ള ഒരു വാചകം ശരിയാണോ തെറ്റാണോ? അത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഞാൻ ഏകനായി ഒറ്റയ്ക്ക് നടന്നുപോയി എന്ന് പറയുന്നത് രണ്ടും ഒരേ അർത്ഥം വരുന്ന വേർഡുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടെ ആരുമില്ല എന്നുള്ളതാണ് അല്ലെ ഏകനാണ് എന്നതിന്റെ അർത്ഥം. അപ്പോൾ ഒറ്റയ്ക്ക് എന്ന് പറയുന്നതും ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ആരും ഇല്ലെന്നാണ്. അപ്പൊ ആ 2 വേർഡ്സും ഒന്നിച്ചു വരുന്നത് നമുക്ക് ഭയങ്കര അധികം അസ്വസ്ഥത ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് നോളജ് ഉള്ള ആളുകൾക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ വായിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കല്ലുകടി പോലെ അവിടെ കിടക്കും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എഡിറ്റേഴ്സിന് ആ ഒരു ചുമതലയുണ്ട്. നല്ല രീതിയിൽ അത് വായിച്ചു നോക്കിയിട്ട് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് വേണ്ട ഭാഗങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് വലിയൊരു ഉത്തരവാദിത്തം എഡിറ്റേഴ്സിനുണ്ട്. അപ്പോൾ ഈ ഒരു കൃതിയും അല്ലെങ്കിൽ ഓരോ സിനിമയും മനോഹരമാകുന്നത് എഡിറ്റേഴ്സിന്റെ കഴിവ് കൊണ്ടാണെന്ന് നമുക്ക് നിശേഷം പറയാൻ സാധിക്കും. ഓക്കെ, ചില എഡിറ്റിംഗ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് രസകരമായിരിക്കും അല്ലെ. നമ്മൾ ചില ട്രോളുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താണ് കാണികളെ കൂടുതൽ സന്തോഷിപ്പിക്കാനും അവരെ കൂടുതൽ ചിരിപ്പിക്കാനും ഒക്കെ ഈ ഒരു എഡിറ്റിംഗ്സിനൊക്കെ സാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് കോമഡി സ്കിറ്റുകൾ അല്ലെങ്കിൽ എഡിറ്റിംഗ്സിനൊക്കെ ഇത്തരത്തിൽ ആളുകളെ ചിരിപ്പിക്കാനൊക്കെ സാധിക്കാറുണ്ട്. അപ്പൊ ആ എഡിറ്റേഴ്സിന്റെ കഴിവിനെ നമ്മളൊക്കെ ഒരുപാട് പൊക്കി പറയാറുണ്ട് അല്ലെ. അപ്പൊ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ കൃതികളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മൂവീസിലാണെങ്കിൽ പോലും വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കാം. ഇനി യു ക്യാൻ ബി യുവർ ഓൺ എഡിറ്റർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തന്നെ എഡിറ്റർ ആയിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് മാനുസ്ക്രിപ്റ്റ്, അതായത് നമ്മൾ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കയ്യെഴുത്ത് പ്രതികൾ എന്ന് പറയുന്നത് നമ്മളൊരു കോൺസെപ്റ്റ് തയ്യാറാക്കിയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ തന്നെ ആദ്യം നമ്മുടെ കൈയെഴുത്തിൽ തന്നെ ഒന്ന് എഴുതി ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതൊന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്താനുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോമയോ കുത്തോ ഒക്കെ അതിനൊക്കെ വിലയുള്ളതാണ് അല്ലെ. ഓരോ കോമയ്ക്കും കുത്തിനും ഒക്കെ അതിൻ്റെതായ അർത്ഥമുണ്ട്. അപ്പൊ ആ കോമയോ കുത്തോ ഒക്കെ കൃത്യമായിട്ടാണ് ഇട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അതൊരു പ്രിന്റിംഗ് ആയിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. The author is expected to eliminate repetition and verbosity, break up long paragraphs into smaller units or paragraphs, such as deletion of unnecessary passages and tablets,
delete hieroglyphs and superiorities and minor grammar, idiom, spelling, punctuation, and clarity. Short paragraphs can sometimes simplify complex ideas. In this case, enlarge them from clarity and readability. അപ്പോൾ ഈ ഒരു നമുക്ക് എഡിറ്ററിനെ കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കയ്യെഴുത്ത് പ്രതി അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആവശ്യം വേണ്ട മാറ്റങ്ങളൊക്കെ നമുക്ക് തന്നെ വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് തന്നെയാണ്. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വാക്കുകൾ 2ൽ കൂടുതൽ തവണ യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ 1ൽ കൂടുതൽ തവണ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ ഒന്ന് നോക്കിയിട്ട് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വലിയ വലിയ പാരഗ്രാഫുകളൊക്കെ ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ അല്ലെങ്കിൽ വായിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ വലിയ വലിയ പാരഗ്രാഫുകളായിട്ടാണ് സാധനങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ ആളുകൾക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പെട്ടെന്ന് ആളുകൾക്ക് ചിലപ്പോൾ അതിന്റെ ആശയം മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ വേർഡുകളാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ പാരഗ്രാഫ്സ് ആക്കിയിട്ട് അത് മാറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതുവാണെങ്കിൽ വായനക്കാരന് അത് കൂടുതൽ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഗ്രാമറും, അതുപോലെ തന്നെ അതിന്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വേണ്ടത് നമുക്കൊരു ഐഡിയാസ് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ആദ്യം മനോഹരമാകാനും അവസാനം വളരെ കൃത്യമായിട്ടിരിക്കാനും നമ്മൾ കൃത്യമായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് കോപ്പി എഡിറ്റിംഗ് ആണ്. അപ്പൊ കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്, കോപ്പി എഡിറ്റിംഗ് entitles sanctions the copy or manuscript of the work with the microscope eye after it's been accepted the publication and preparing to it for the press. During this process, instructing the printer through universally accepted the understood symbols what matter should go in which type and what style it should have in print. For example, the title of book for a foreign word is always italics, the indicate by underlying the matter wants. കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കൃതി അവസാനമായിട്ട് നമ്മൾ ഒരു പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ നല്ല രീതിയിൽ അതിന്റെ കൃത്യതയുണ്ടോ, അല്ലെങ്കിൽ അത് നല്ല വിശ്വാസയോഗ്യമാണോ, യുക്തിക്ക് യോജിച്ചാണോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മളത് എഡിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. അത് എഡിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു നമ്മൾ തന്നെ നമ്മുടെ കൃതി ഒന്ന് വായിച്ചു നോക്കിയും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മളായിട്ട് രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം എഡിറ്റർക്ക് കൊടുത്തിട്ട് അദ്ദേഹം അതിന്റെ മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം ആണ് നമ്മൾ ഫൈനൽ പബ്ലിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കാറ്. ഇനി നമ്മളൊരു കാര്യം എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ. അതൊന്ന് നോക്കണം. സ്പെല്ലിംഗ് കൃത്യമായിട്ടാണോ? ചില കാര്യങ്ങൾ നമ്മൾ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വായനക്കാർക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും അല്ലെ. അവർക്ക് ചിലപ്പോൾ ഇപ്പൊ നമ്മൾ എഴുതുന്നത് ചക്ക എന്ന് എഴുതിയാൽ മാങ്ങ എന്നാണ് വായിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മാങ്ങ എന്നാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ ചക്ക എന്നാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നതെങ്കിൽ ആളുകൾക്ക് അത് വായിക്കുമ്പോൾ എന്താണ് ശരിക്കും മനസ്സിലാവണമെന്നില്ല അല്ലേ. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്പെല്ലിംഗ് കൃത്യമായിട്ടാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നോക്കിയിട്ട് അത് കൃത്യമാണോ അറിഞ്ഞതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഗ്രാമർ ആൻഡ് യൂസേജ്. അപ്പൊ ഗ്രാമറും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിന് ഗ്രാമറും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഗ്രാമർ അനുസരിച്ചാണല്ലേ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ ഇവിടെ പോയി, ഞാൻ ഇവിടെ പോയിരുന്നു, അതുപോലെ തന്നെ ഞാൻ ഇവിടെ പോകാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പോയിരുന്നു എന്നുള്ളതൊക്കെ 2 ഡിഫറെന്റ് അർത്ഥങ്ങളാണ് തരുന്നത്. അപ്പൊ ആ ഗ്രാമറിന്റെ അത്രയും പ്രാധാന്യമുണ്ട്. ഗ്രാമർ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല വായനക്കാരിലേക്ക് എത്തുക. അതുകൊണ്ട് ഗ്രാമർ ശ്രദ്ധിക്കണം എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഡ്രസ്സിംഗ് ദ കോപ്പി. It is only the copy editor's responsibility to dress the copy, that is to provide appropriate titles, headlines, subheadings and cross headings and so on. അപ്പോൾ ഡ്രസ്സിംഗ് ദ കോപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം മനോഹരമായ പുറംചട്ടയോട് കൂടിയായിരിക്കും നമ്മുടെ ഓരോ ഗ്രന്ഥങ്ങളും നമ്മൾ വായനശാലയിലോ അല്ലെങ്കിൽ നമ്മൾ പുസ്തകക്കടയിലൊക്കെ ചെല്ലുമ്പോൾ ഇരിക്കുക. മനോഹരമായ കവർ പേജ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കോപ്പി എഡിറ്റർക്കാണ്. നമ്മളൊരു കയ്യെഴുത്ത് പ്രതി കൊടുക്കുകയും അല്ലെങ്കിൽ അതിന്റെ പ്രിന്റഡ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മനോഹരമായ പുറംചട്ട ഉണ്ടാക്കേണ്ടത് എഡിറ്ററിന്റെ ജോലിയാണ്. ഇനി ജനറൽ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. ജനറൽ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതൊന്ന് വായിച്ചു നോക്കി അത് ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ പണ്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിൽ വന്നിട്ടുള്ളതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കോപ്പി അടിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നമ്മൾ ഒരു കൃതിയെ കുറിച്ച് എഴുതുമ്പോൾ അത് കൃത്യമാണോ, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ,
തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതും പ്രധാനപ്പെട്ട കാര്യമാണ്. Previously the author was a super me, and what he wrote the printed as such. If the manuscript as a whole was acceptable into the printer publisher, but now the situation has changed. Instead of a general pool of sub-editors, the literary page, sports and finance now have their own editors. You should be aware of it because some of your features and stories may be published in newspapers and magazines. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നോക്കണം. പണ്ടെന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു. ഇത്രയും നമ്മൾ എഴുതുന്ന കൃതികളൊന്നും ഇത്രയും വ്യാപകമായിട്ട് ആളുകളിലേക്ക് എത്തുകയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇന്റർനെറ്റും അതുപോലെ തന്നെ ഒരുപാട് മാധ്യമങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏത് ഭാഗത്തു നിന്നുള്ള രചനകൾ വേണമെങ്കിലും നിശേഷം നമ്മളിലേക്ക് എത്താനും അത് നമുക്ക് കോപ്പിറൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോപ്പി അടിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു രചനകൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന രചനകൾ പിന്നെ പണ്ട് ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ മാഗസീൻസിലോ ഒക്കെ വന്നിട്ടുള്ളതാണോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാൻ. ഇനി ഫങ്ഷൻസ് ഓഫ് എ ജനറൽ എഡിറ്റർ, അതിന്റെ ആ ജനറൽ എഡിറ്ററിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. A general editor must seek out appropriate authors and manuscripts from the influx of manuscripts. He must determine the appeals to his readers and then select accordingly. Following that, he must go through the manuscripts and determine what editorial changes are required. അപ്പോൾ ജനറൽ എഡിറ്റർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. നമ്മുടെ ഒരു കൃതി പബ്ലിഷ് ചെയ്യുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ ജനറൽ എഡിറ്റർ എന്ന് പറയാം. ഒരു കൃതി പോലും എഡിറ്റ് ചെയ്യാതെ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നല്ല ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള എഡിറ്ററെ കൂടെ തന്നെ നമ്മൾ അത് ഒന്ന് ചെക്ക് ചെയ്യിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിലുള്ള ഒരു കൃതിയായിട്ട് നമ്മുടെ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ജനറൽ എഡിറ്റർക്ക് അതിൻ്റെതായ ഒരു ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് ഉത്തരവാദിത്തം പുലർത്തുന്നവരുമായിരിക്കണം. ഇനി the editors at work editing and rewriting. The editor's job begins when a manuscript arriving at his desk. The manuscripts continue to arrive by mail and are sometimes brought in personally by the authors. There comes an appealing task to going through the manuscript. Manuscripts arrive like lots at times, and it is unusual for an author to bring is a ready-made printed book or article. അപ്പോൾ ഈ എഡിറ്ററിന്റെ ഒരു എഡിറ്റിങ്ങും അതുപോലെ റീറൈറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എഡിറ്ററിന്റെ ജോലി ആരംഭിക്കുന്നത് എവിടെ തൊട്ടാണെന്ന് പറയുന്നുണ്ട്. ഒരു എഡിറ്ററിന്റെ ജോലി ആരംഭിക്കുന്നത് ഈ ഒരു കയ്യെഴുത്ത് പ്രതി, നമ്മൾ പറഞ്ഞു ആളുകൾ അവരുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന് മുൻപ് ആദ്യം ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് ഒരു പൂർണ്ണ രൂപത്തിൽ എഴുതി അവരുടെ കൈകൊണ്ട് തന്നെ എഴുതി തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ എഡിറ്ററിന്റെ കയ്യിൽ ആദ്യം എത്തിച്ചു കൊടുക്കും. അതിനുശേഷം വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം അവർ ഒന്നുകൂടി എഴുതിയിട്ട് അത് എത്തിച്ച് അതിന് പിന്നീട് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമാണ് നമ്മളത് പ്രിന്റഡ് രൂപത്തിലേക്ക് ആക്കുന്നത്. അപ്പൊ ഇത്തരത്തില് മാനുസ്ക്രിപ്റ്റ്സ് അവരുടെ കൈകളിൽ എത്തുന്നത് മുതൽ എഡിറ്റേഴ്സിന്റെ ജോലി ആരംഭിക്കുന്നതാണ് പറയാം. ഓക്കെ. The manuscripts continue to arriving by mail and sometimes brought in personally by the authors. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മെയിൽ വഴി നമുക്ക് ആ ഒരു കയ്യെഴുത്ത് പ്രതി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താണ് ആ ഓതേഴ്സ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കയ്യെഴുത്ത് പ്രതി നമ്മൾക്ക് നേരിട്ട് കൊണ്ടു തരും. എങ്ങനെയാണെങ്കിൽ പോലും അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തിയിട്ട് റീറൈറ്റ് ചെയ്തിട്ട് അത് റീറൈറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ ഗ്രന്ഥകർത്താക്കളെ വിളിച്ച് അവരോട് ആവശ്യപ്പെടാനായിട്ട് എഡിറ്റർക്ക് സാധിക്കും. കാരണം എഡിറ്ററിന്റെ ഈ സംയോജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് നല്ല കൃതികൾ നമുക്ക് കിട്ടുക. അതുകൊണ്ട് എഡിറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ റീറൈറ്റ് ചെയ്യാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഫസ്റ്റ് റീഡിംഗ് ഉള്ളത് നോക്കാം. അപ്പോൾ എഡിറ്റർ ആദ്യം ഒന്ന് വായിച്ചു നോക്കും. ആദ്യം ഒന്ന് അതിന്റെ ഫ്രണ്ട് ഒന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കും. അതുപോലെ തന്നെ അവസാനമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇടയ്ക്കുന്നൊക്കെ ഉള്ള ഭാഗം വായിച്ചു നോക്കിയിട്ട് നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതാണോ എന്നുള്ളൊരു ചിന്ത ആ എഡിറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അത് ആളുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾക്ക് അത് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്തയൊക്കെ എഡിറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അതിനുശേഷം മാത്രമേ എഡിറ്റർ ആ ഒരു കൃതി പബ്ലിഷ് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയുള്ളൂ. നമ്മളാണെങ്കിൽ പോലും വായനശാലകളിലോ അല്ലെങ്കിൽ പുസ്തക കടകളിലോ ഒക്കെ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകം വാങ്ങിക്കണമെങ്കിൽ ആദ്യം ഒന്ന് മറിച്ചൊക്കെ നോക്കും അല്ലെ. എന്നിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളൊരു ടെസ്റ്റ് വാങ്ങിക്കുക. അപ്പൊ ആ രീതിയിൽ ഒന്ന് നോക്കിയാൽ മതി. എഡിറ്റേഴ്സ് എഡിറ്റ് ചെയ്യാനുള്ള ബുക്കുകൾ ആദ്യം ഒന്ന് വായിച്ചു നോക്കും. അതിനുശേഷം വേണ്ട മാറ്റങ്ങളൊക്കെ ആ ഗ്രന്ഥകർത്താവിനോട് പറഞ്ഞിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. പിന്നെ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. It work appears from promising after a curiosity
reading a few pages here and there. The closer reading begins, the second reading after the discussion of accept the manuscript for publishing is critical. Following that, the editor and rewrite process begins. The editor takes up in blue pencil and gets to work. അപ്പോൾ രണ്ടാമത്തെ വായന എന്ന് പറയുന്നത് ഈ എഡിറ്റർ ഒരു ഗ്രന്ഥകർത്താവിന്റെ ഒരു പുസ്തകം എന്ന് പറയുന്നത് പല ആവർത്തി വായിച്ചു നോക്കും. എന്നിട്ടാണ് അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. അപ്പൊ ആദ്യം ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം പ്രധാനപ്പെട്ട തിരുത്തലുകളൊക്കെ പറയും. അത് ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. അതിനുശേഷം പിന്നെ ഒന്ന് വായിച്ചു നോക്കും. അത് ആ രണ്ടാമത്തെ വായന എന്ന് പറയുന്നത് വളരെയധികം ആഴത്തിലുള്ളതായിരിക്കും. പ്രധാനമായിട്ടും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെന്നോ ഒന്നുകൂടെ ആഴത്തിൽ അദ്ദേഹം പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ തെറ്റുകളും മറ്റും കൃത്യമായിട്ട് ഒഴിവാക്കി പുതിയ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയാനായിട്ട് ആളുകളോട് അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥകർത്താവിനോട് പറയാനായിട്ട് എഡിറ്റർക്ക് കഴിയും. ഇനി കാർഡിനൽ റൂൾ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു എഡിറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് വായനയും സെക്കൻഡ് വായനയും ഈ ഒരു ഗ്രന്ഥങ്ങളുമായിട്ട് അവർ നടത്താറുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലുള്ള ചില തെറ്റുകൾ അല്ലെങ്കിൽ 2 വേർഡ്സോ അല്ലെങ്കിൽ ഗ്രാമർ ശരിയല്ല, കുത്തും കോമയൊന്നും ശരിയല്ല എന്നുള്ള കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുത്താനായിട്ട് എഡിറ്റർക്ക് അവകാശമുള്ളൂ. അല്ലാതെ ഈ കഥ മാറ്റണം, ഈ ഒരു ആശയം കൊള്ളത്തില്ല, വേറൊരു ആശയത്തിൽ എഴുതാം, അങ്ങനെയുള്ള രീതിയിൽ ഒന്നും അഭിപ്രായപ്പെടാനായിട്ട് എഡിറ്റർക്ക് സാധിക്കില്ല. കാരണം ഒന്നെങ്കിൽ അയാൾക്ക് ആ ഒരു രചയിതാവ് എഴുതുന്ന ഗ്രന്ഥം തീർത്തും വേണമെങ്കിൽ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ തീർത്തും സ്വീകരിക്കാം. അല്ലാതെ ഇത് ആശയം മാറ്റ് അല്ലെങ്കിൽ ആ ആശയം മാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഡയലോഗ് വേണ്ട, ആ ഡയലോഗ് മതി എന്നൊന്നും പറയാനായിട്ട് എഡിറ്റർക്ക് ഒരിക്കലും ഒരു അർഹതയും ഇല്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പം മൂവീസിന്റെ ഒക്കെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. ചില സിനിമകളിലൊക്കെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾ പറയുന്നുണ്ടാവും ഈ ഒരു കൺക്ലൂഷൻ വേണ്ട, ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് ഇത്ര പോരാ, വേറൊരു ക്ലൈമാക്സ് ഇട് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് നമുക്ക് പറയാനുള്ള അർഹതയില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനുസ്ക്രിപ്റ്റ് വിത്ത് സ്പെഷ്യൽ പ്രോബ്ലംസ് ആണ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കൈയെഴുത്ത് പ്രതിയാണെന്ന് പറഞ്ഞു. ഹാൻഡ് റിട്ടൺ ആയിട്ട് ആളുകൾ അവരുടെ കോൺസെപ്റ്റിനെ ഒന്ന് പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കുന്നതിനെയാണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയാം. അപ്പൊ അതിന്റെ സ്പെഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടത് എഡിറ്ററിന്റെ ചുമതലയാണ്. Sometimes the manuscript is weak, but it is so well written that its flaws are hidden. It may pass depending on the editor's requirements. There may also be increases there where the content is excellent, but the presentation is poor. If not otherwise, the editor will then decide whether it should be accepted for rejected. അപ്പോൾ മാനുസ്ക്രിപ്റ്റ് വിത്ത് സ്പെഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചില രചയിതാക്കളൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ ചിലപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെയധികം റിലവന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും അവരെടുക്കുക. പക്ഷെ അവരുടെ അവതരണ രീതി ഭയങ്കര പൂർ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ മോശകരമായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഡിറ്റർക്ക് വേണമെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ആളുകളോട് പറയാം. ഈ ഒരു കഥ പറഞ്ഞ രീതി ശരിയായില്ല, കുറച്ചുകൂടെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, ആ രീതിയിൽ വേണമെങ്കിൽ എഡിറ്റർക്ക് പറയാം. അല്ലെങ്കിൽ അതൊന്ന് റീറൈറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറയാം. വേറെ ഒരു കാര്യം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റർക്ക് തന്നെ വേണമെങ്കിൽ ഈ ഒരു നല്ല രീതിയിൽ വേണമെങ്കിൽ ഈ കഥ ഒന്ന് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് സ്പെഷ്യൽ പ്രോബ്ലംസ് ഇൻ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുക. അപ്പൊ അതൊക്കെ ഒന്ന് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, ഓതറിന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഈ ഒരു എഡിറ്റർക്കുണ്ട്. ഇനി പോസ്റ്റ് പബ്ലിക്കേഷൻ എറേഴ്സ് ഇൻ എ ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഈ പോസ്റ്റ് പബ്ലിക്കേഷൻ എറേഴ്സ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിന് പബ്ലിക്കേഷന് മുമ്പുള്ള ചില തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അത് ശരിക്കും പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അത് ഒരു പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ പല ടെക്സ്റ്റുകളും ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ചില തെറ്റുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ഡേറ്റുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ചില പ്രധാന കോൺസെപ്റ്റുകളിലൊക്കെ ചില തെറ്റുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടാവും. അത് പൂർണ്ണമായിട്ടുള്ള എഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്താത്തത് കൊണ്ടോ ഒക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് ചിലപ്പോൾ ആളുകളുടെ ആശയങ്ങളെയും അല്ലെങ്കിൽ ആളുകളുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയൊക്കെ വളരെയധികം മോശമായിട്ട് ബാധിക്കാനായിട്ട് ഇടയുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഗൈഡൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആളുകൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഗൈഡുകളിലൊക്കെ നോക്കുമ്പോൾ അത് ശരിയാണെന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ചിന്ത നമ്മളിലുണ്ടാവും അല്ലെ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനഃപ്പാഠമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ അത് തെറ്റാണെന്ന് അറിയാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ദോഷം ചെയ്യും അല്ലെ നമ്മുടെ ഭാവിയിൽ.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ടാണ് തെറ്റുകൾ വരാതിരിക്കാനും തെറ്റുകൾ ആളുകൾ മനസ്സിലാക്കാതിരിക്കാനും അല്ലെങ്കിൽ അത് തെറ്റ് പഠിക്കാതിരിക്കാനും ഒക്കെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കുത്തു, കോമ ഇതൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇടേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വായനക്കാർക്കും വളരെയധികം പ്രധാനമുള്ള കാര്യമാണ്. ഇനി റിലേഷൻഷിപ്പ് ഓഫ് ഓതർ, എഡിറ്റർ ആൻഡ് ദ പബ്ലിഷർ. അപ്പൊ ആ 3 ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. നമുക്കറിയാം ഓതർ എന്ന് പറയുന്ന ആരാണ്? ഗ്രന്ഥം എഴുതുന്ന ആളാണ് അല്ലെ. എഡിറ്റർ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ലതായിട്ട് അല്ലെങ്കിൽ ഒരു മികച്ച രചനയായിട്ട് അതിനെ മാറ്റുന്നതിനാണ് എഡിറ്ററിന്റെ ചുമതല. പബ്ലിഷർ എന്ന് പറയുന്നത് ഈ ഒരു പ്രസാധകരാണ്. അതായത് ഈ ഒരു എഡിറ്റർ ഈ ഒരു ഓതർ എഴുതുന്ന ബുക്ക് എഡിറ്റർ നല്ല രീതിയിൽ തെറ്റുകളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഇത് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പൈസ മുടക്കാനായിട്ട് ഒരാൾ വേണം അല്ലെ. അപ്പൊ ഒരു പബ്ലിഷേഴ്സിനെ നമ്മൾ സമീപിക്കണം. അപ്പൊ ആ പബ്ലിഷർ ഈ ഒരു എമൗണ്ട് ഈ ഒരു പബ്ലിഷ് ചെയ്യാനുള്ള എമൗണ്ട് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള പബ്ലിഷേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം, ഈ 3 ആളുകൾ തമ്മിലുള്ള ബന്ധം എത്രത്തിലുള്ളതായിരിക്കണം എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദ എഡിറ്റർ, ഓതർ ആൻഡ് പബ്ലിഷർ ആർ ഓൾ ഹാവ് എ vested interest in the interest in ensuring that the book is well produced, well revised, and everyone is satisfied. As a result, is a critical that their interrelationship are well understood from the start. It will be beneficial for you to understand whether you are just starting out as a creative writer or are well into your career, that the editor and the author do not have or should you not have a conflict of interest. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എഡിറ്റർ അതുപോലെ തന്നെ ഓതർ പബ്ലിഷർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓതർ പറയുന്ന കാര്യങ്ങൾ എഡിറ്റർ അംഗീകരിക്കുന്നില്ല, എഡിറ്റർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഓതർ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ പബ്ലിഷേഴ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളൊന്നും ഇവർ രണ്ടുപേരും അംഗീകരിക്കുന്നില്ല, ഓതറും അതുപോലെ തന്നെ എഡിറ്ററും അംഗീകരിക്കുന്നില്ല. എങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെയധികം മോശമാകാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് ഇവർ 3 പേരും ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള സൗഹൃദപരമായ ഒരു സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഗ്രന്ഥം നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ ഓതർ നന്നായിട്ട് എഡിറ്ററുമായിട്ട് സഹകരിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു മികച്ച രചനയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓതറും എഡിറ്ററും പബ്ലിഷേഴ്സുമായിട്ട് നല്ലൊരു ടേംസിൽ നിന്നാൽ മാത്രമേ പബ്ലിഷർ ഇത് നല്ല രീതിയിലുള്ള എമൗണ്ട് മുടക്കി ഇത് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ മെനി ടൈപ്സ് ഓഫ് എഡിറ്റിംഗ് ആർ ദെയർ? അപ്പോൾ എഡിറ്റിംഗ് എത്ര തരം ഉണ്ട് എന്നുള്ളത് എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഡിറ്റിംഗ് ഓഫ് കോണ്ടന്റ്, എഡിറ്റിംഗ് ഓഫ് പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ്, അതുപോലെ ലാംഗ്വേജ് എഡിറ്റിംഗ്. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു കൈൻഡ്സ് ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എഡിറ്റിംഗിൽ ഉള്ളത്. അപ്പൊ ലാംഗ്വേജ് എഡിറ്റിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലാംഗ്വേജിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടന്റ് ശരിക്കും മറ്റുള്ള ആളുകളിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതും ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് നമുക്കും ആ ഒരു എഡിറ്റിങ്ങിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം. പിന്നെ വരുന്നത് റൈറ്റ് എ നോട്ട് ഓൺ കോപ്പി എഡിറ്റിംഗ്. കോപ്പി എഡിറ്റിംഗ് എന്താണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുന്നതല്ലായിരിക്കും. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹൗ ക്യാൻ യു ബി ദ എഡിറ്റർ ഓഫ് യുവർ ഓൺ കണ്ടന്റ്? നമുക്ക് എങ്ങനെ നമ്മുടെ രചനകൾ നമ്മൾ എങ്ങനെ മികച്ചതാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റുകൾ എങ്ങനെ നമുക്ക് ഒരു എഡിറ്റിങ്ങിലൂടെ നമുക്ക് നല്ലതാക്കാം എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ആദ്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കൃത്യമായിട്ട് മാറ്റിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ തന്നെ ചില ഇപ്പൊ എക്സാം ഒക്കെ എഴുതിയിട്ട് ശേഷം നമ്മൾ തന്നെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അയ്യോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാൻ വിട്ടുപോയി, അയ്യോ ഈ കാര്യം ഇതല്ലല്ലോ ശരി എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ. നമ്മൾ ധൃതി പിടിച്ച് എഴുതുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ ആ തെറ്റ് നമുക്ക് മനസ്സിലാവുകയും അത് നമുക്ക് തിരുത്താൻ സാധിക്കുകയും ചെയ്യും. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ എഡിറ്റർ ഇടാനായിട്ട് സാധിക്കും എന്നാണ് പറയാം. ഇനി നെക്സ്റ്റ്, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻസ്. പ്രധാന കൈൻഡ്സ് ഓഫ് എഡിറ്റിംഗ് ആണ് എക്സാമിന് വന്നു കണ്ടിട്ടുള്ളത്. പിന്നെ എത്തിക്സ് ഇൻ പബ്ലിഷിംഗ് ആണ് അടുത്തൊരു ചാപ്റ്റർ, 15th ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓരോ എത്തിക്സ് ഉണ്ട് അല്ലെ. നമ്മൾ ആ ഒരു എത്തിക്സ് വിട്ട് നമ്മൾ ഒരിക്കലും പെരുമാറാണ്ട് പാടില്ല എന്നാണ് പറയുന്നത്. നീതിയോടെ നമ്മൾ പെരുമാറണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു നീതി നമ്മൾ എല്ലാ കാര്യങ്ങളിലും പുലർത്തണം. അപ്പൊ ആ പബ്ലിഷിങ്ങിന്റെ കാര്യത്തിലുള്ള എത്തിക്സും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് പ്ലഗറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലേജറിസം എന്ന് പറയുന്നത് നമ്മുടെ കോപ്പി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ,
നമ്മള് ഈ ഓരോ രചനകളൊക്കെ കോപ്പി അടിച്ചതാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതിനെയാണ് രചനകൾ കോപ്പി അടിക്കുന്നതിനാണ് പ്ലേജിയറിസം എന്ന് പറയാം. അപ്പം പ്ലേജിയറിസം എന്താണ് പ്ലേജിയറിസം, അതുപോലെ തന്നെ ഈ ഒരു പ്ലേജിയറിസം എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വാട്ട് ഈസ് പ്ലേജിയറിസം? Plagiarism is basically using someone else's words or ideas as your own without attributing it to the original source. അപ്പോൾ അതൊന്ന് കോൺസെപ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. പ്ലേജിയറിസം എന്ന് പറയുന്നത് എന്താണെന്ന്. അതായത് നമ്മുടെ അല്ലാത്ത ഒരു വർക്കിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നതിനാണ് പ്ലേജിയറിസം എന്ന് പറയാം. നമ്മുടേതല്ലാത്തൊരു വർക്ക് നമ്മൾ വായിച്ചിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ വേറൊരു ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു തെറ്റാണെന്നാണ് പറയാ. അതുപോലെ തന്നെ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള കോപ്പി അടിച്ച പുസ്തകങ്ങളൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രന്ഥകർത്താവിന്റെ ഭാവി തന്നെ അവിടെ ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ it is asking to stealing intellectual property as it is a appropriated credit of other people's idea or sentences. It is an act of intellectual dishonesty. It can land you in a court of law if challenged by the author. Original ideas by writing the works and have been recorded are considered as intellectual property. It is protecting by laws of the land. Plagiarism is morally work. It is basically stealing someone's work and passing it on as your creation. If you get praise or the work, praise for the work, you get awarded for this copied work. It is even worse as you do not deserve it. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോപ്പി അടിച്ച് നമുക്ക് വേണമെങ്കിൽ ഗ്രന്ഥങ്ങൾ രചിക്കാം. പക്ഷെ ആ ഗ്രന്ഥങ്ങൾക്ക് ചിലപ്പോൾ ആ ഗ്രന്ഥങ്ങൾ കോപ്പി അടിച്ച് എഴുതുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പേരും പ്രശസ്തിയൊക്കെ കിട്ടിയെന്നിരിക്കും അല്ലെ. പല ആളുകൾക്കും ഒരു കോപ്പി അടിയിലൂടെ പേരും പ്രശസ്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും ആളുകൾ പിടിക്കപ്പെടും. കാരണം കള്ളങ്ങൾക്ക് ഒരിക്കലും ദീർഘകാലത്തിലെ ആയുസ്സൊന്നുമില്ല. അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, വളരെ വലിയൊരു നാണക്കേട് അല്ലെങ്കിൽ നമ്മുടെ ഭാവി തന്നെ അത് ഇരുട്ടിലാഴ്ത്താനായിട്ട് കെൽപ്പുള്ളതാണ് ഇത്തരത്തിലുള്ള ചതികൾ അല്ലെങ്കിൽ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പല ആളുകളും ഇത്തരത്തിലുള്ള കോപ്പി അടിക്ക് പിടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലൊക്കെ വന്നൊരു കാര്യമാണ്. ഒരു ഗവേഷകൻ അല്ലെങ്കിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ രചന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവേഷണ തീസിസ് കോപ്പി അടിച്ച് അതേപടി ഇവിടെ എഴുതി വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് ഈ എം ജി യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു ഇവിടെ കൊണ്ടുപോയി അത് സമർപ്പിച്ചു. പക്ഷേ അത് ഇങ്ങനെയുള്ള തീസിസും ഗവേഷണത്തിനുള്ള തീസിസും കാര്യങ്ങളെല്ലാം കോപ്പി അടിച്ചാണോ എന്ന് അറിയാനായിട്ട് ഇന്റർനെറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻസിലൊക്കെ സാധിക്കും. അപ്പൊ ആ രീതിയിൽ അത് പിടിക്കപ്പെടുകയും ആ കുട്ടിക്ക് തന്റെ നടത്തിയ ഗവേഷണത്തിന്റെ യാതൊരു പ്രതിഫലവും അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് എടുത്തതിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. അതുപോലെ തന്നെ ചീത്തപ്പേരും, അതുപോലെ അവരുടെ ജോലിയും, അതുപോലെ തന്നെ പിന്നീട് അത് ബ്ലാക്ക് മാർക്കായിട്ട് അവരുടെ ഒരു കരിയറിൽ കിടക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് ഇവിടെ പറയാം. ഇനി പ്ലേജറിസം ഹാസ് നോ പ്ലേസ് ഇൻ ക്രിയേറ്റീവ് റൈറ്റിംഗ്. അപ്പം കോപ്പി റൈറ്റിംഗിന് ഒരിക്കലും ക്രിയേറ്റീവ് റൈറ്റിംഗിന് യാതൊരു സ്ഥാനവും ഇല്ല. കാരണം മറ്റുള്ളവരുടെ ഒരു വർക്ക് നമുക്ക് കോപ്പി അടിച്ച് എഴുതാനായിട്ട് വളരെ ഈസി ആണല്ലോ. അതിന് നമുക്ക് യാതൊരു ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ ഒരു പേരും പ്രശസ്തിയും നമുക്ക് അർഹതപ്പെട്ടല്ലെന്നും കൂടെ ഓർത്തിരിക്കാം. അപ്പൊ നമ്മളെ ചില സിനിമകളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കോപ്പി അടിച്ചതാണ്. കൊറിയൻ സീരീസും അതുപോലെ തന്നെ കൊറിയൻ പടങ്ങളൊക്കെ കോപ്പി അടിച്ചത് അതേപടി ഇവിടെ പടങ്ങളാക്കുന്നതുണ്ട്. അതുപോലെ തന്നെ ചില പാട്ടുകളൊക്കെ അവിടുന്ന് ഇവിടുന്നെല്ലാം കോപ്പി അടിച്ച് ഗാനങ്ങൾ രചിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പൊ ആളുകൾക്ക് അവരുള്ള മതിപ്പൊക്കെ ആ ഓൺ ദ സ്പോട്ടിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഈ ഒരു കോപ്പി അടിക്ക് യാതൊരു സ്ഥാനമില്ലെന്നാണ് പറയാം. There is a huge demand for content as print publications and internet website proliferation. The market and teaming the writers who write on demand. In the hopes of making quick back, many of them are inexperienced writers with no formal writing trainings. To be fair, many people are unaware that plagiarism other people's work and passing it off as your own is unethical. അപ്പോൾ ചില കുട്ടികൾക്കൊന്നും ചില പുതിയ ആളുകൾക്കൊന്നും ചിലപ്പോൾ ഈ ഒരു രീതിയിൽ കോപ്പിറൈറ്റ് ഒക്കെ വലിയ രീതിയിലുള്ള ഒരു മോശം കാര്യമാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ ഒന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ അവരത് രീതിയിൽ കോപ്പി അടിച്ച് ഓരോ പുസ്തകങ്ങളൊക്കെ രചിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ രചിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിയെ വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയാം. Those who include in plagiarism
ക്യാൻ ഈസിലി ബി കോട്ട്. അപ്പോൾ ഈ പ്ലേജറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കോപ്പി അടി എന്ന് പറയുന്നത് നമുക്ക് വേഗത്തിൽ പിടിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു പല വെബ്സൈറ്റുകളിലൊക്കെ നമുക്ക് ഇന്റർനെറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഓരോ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള രചനകൾ അല്ലെങ്കിൽ ഓരോരോ ആശയങ്ങൾ നമ്മളിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സഹായകമാവും അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ രചനകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്റർനെറ്റിലൂടെ കിട്ടുന്നത് പോലെ തന്നെ ഈ ഇന്റർനെറ്റിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ഈ നമ്മുടെ രചനകൾ അത് കോപ്പി അടിച്ചതാണോ ഏതെങ്കിലും ഒരു ഗ്രന്ഥവുമായിട്ട് ഇതിന് സാമ്യത ഉണ്ടോ എന്നൊക്കെ നമുക്ക് വേണേൽ പരിശോധിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പം നമുക്ക് ഈ ഒരു കോപ്പിയുടെയൊക്കെ വളരെ പെട്ടെന്ന് പിടിക്കപ്പെടാനായിട്ട് സാധിക്കും. പണ്ട് ഇത്രയും ടെക്നോളജി ഒന്നും വളരാത്ത സമയത്ത് കോപ്പിയുടെ വളരെയധികം സുഗമമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതിന് സാധിക്കില്ല. നമ്മുടെ ബഷീറിനെ കുറിച്ചൊക്കെ ഒരു അപവാദം ഉണ്ട്. ബഷീറിന്റെ പല കൃതികളും കോപ്പി അടിക്കപ്പെട്ടതാണ്. പല വിദേശ കൃതികളിൽ നിന്ന് അദ്ദേഹം കോപ്പി അടിച്ചതാണെന്നൊക്കെ ഒരു ടോക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അവോയ്ഡിങ് പ്ലേജറിസം ഇൻ റൈറ്റിംഗ്. പ്ലേജറിസം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് റൈറ്റിംഗ്സിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ പഠിച്ച സ്കൂളായിരിക്കാം അല്ലെങ്കിൽ പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ തന്നെ നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ നമ്മളെ സ്വാധീനിക്കാറുണ്ടായിരിക്കാം. അത് നമ്മുടെ ഗ്രന്ഥങ്ങളിലേക്ക് ചിലപ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ചില ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഗ്രന്ഥം എഴുതിയതിനു ശേഷം നമുക്ക് ആ ഒരു കോപ്പി റൈറ്റിംഗ് പിടിക്കപ്പെടുന്ന യന്ത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മുടെ ഗ്രന്ഥം ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ഗ്രന്ഥത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള കോപ്പി അടി നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമുക്ക് തന്നെ ചിലപ്പോൾ അറിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അറിയാത്ത ചില ആശയങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് അറിയാതെ നമ്മളിലേക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രചനകൾ എന്റെ പുസ്തകത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇത്തരത്തിൽ നമുക്കൊന്ന് റീചെക്ക് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ ഭാഗങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റുകയും പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി ഇൻസിഡൻസ് ഓഫ് റൈറ്റിംഗ്സ് കോൾഡ് പ്ലേജറിസം. അപ്പോൾ പ്ലേജറിസം ഏതൊക്കെ പ്ലേജറിസംസ് ഇതുവരെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് there are many examples how plagiarism has affected a writers. Kavya Vishwanathan, the Harvard student who made international headlines with her first book, How Open Medha Got Kissed, Got Wild and Got Alive, seemed to have it all. She did become a celebrity overnight, but only until someone discovered that a para was similar to Megha McAfee's book, Sloppy First and Second Helpings. Despite Vishwanathan's claim and the similarities were ununitations, her book was pulled from bookstore shelves and her other book contracts, as well as a movie deal were cancelled. Vishwanath's writing career never took off. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നത് കാവ്യ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു ഹാർവാർഡ് സ്റ്റുഡന്റിനെ കുറിച്ചാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ. പക്ഷേ അദ്ദേഹം അവരുടെ മോശമായിട്ടുള്ള ചില കോപ്പി അടി അല്ലെങ്കിൽ ചില ബുക്കുകൾ കോപ്പി അടിച്ച് എഴുതിയത് കൊണ്ട് ആ ഒരു കുട്ടിയുടെ കരിയർ തന്നെ അവിടെ അവസാനിക്കപ്പെട്ടു എന്നാണ് പറയാം. കാരണം തന്റെ ബുക്കിന് അവര് ആ ഒരു വലിയൊരു പ്രശസ്തമായ മറ്റൊരു ബുക്കിന്റെ ചില കോട്ടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അവരൊരു ബുക്ക് ഉണ്ടാക്കി കാവ്യ വിശ്വനാഥൻ. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്തു. പക്ഷെ ഒരു രാത്രി കൊണ്ട് ചിലപ്പോൾ അവര് പ്രശസ്തയായി മാറി. പക്ഷെ ആളുകൾ എപ്പോഴും തെറ്റ് കണ്ടുപിടിക്കാനും മോശം കാര്യം പറയാനും ആളുകൾക്ക് നല്ല കഴിവാണല്ലോ. അപ്പൊ അത് ഉടനെ തന്നെ പിടിക്കപ്പെടുകയും ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കപ്പെടുകയും ആ കുട്ടിയുടെ കിട്ടിയ അവാർഡുകളും കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കപ്പെടുകയും അതുപോലെ തന്നെ മറ്റു ബുക്കുകൾ ഈ ഒരു ബുക്ക് മാത്രമേ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടുവെങ്കിലും അവരുടെ മറ്റു ബുക്കുകളും ഇത്തരത്തിൽ കോപ്പി അടിച്ചതാകാം എന്നുള്ള ഒരു ചിന്ത ആളുകളിലേക്ക് വരികയും അവരുടെ മറ്റു ബുക്കുകളും കൂടെ ആളുകൾ നിരാകരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഇത്തരത്തിലുള്ള കോപ്പിറൈറ്റ് ഒക്കെ ഈ ഒരു കോപ്പി അടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഇനി നമുക്ക് വരുന്നത് ടൈപ്സ് ഓഫ് പ്ലേജറിസം ആണ്. പലതരത്തിലുള്ള പ്ലേജറിസം അല്ലെങ്കിൽ കോപ്പി അടികൾ നമ്മളിവിടെ പറയുന്നുണ്ട്. there are different types of plagiarism. Some of them are, first one, direct plagiarism ആണ്. അതായത് നമ്മൾ ഒരാളുടെ കൃതി അതേപടി ഹെഡിങ് സഹിതം നമ്മൾ കോപ്പി അടിച്ച് നമ്മുടെ ലാംഗ്വേജിലേക്ക് മാറ്റി എഴുതുന്നതിനെയാണ് ഈ ഡയറക്റ്റ് പ്ലേജറിസം എന്ന് പറയാം. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൊറിയൻ ഒരു അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒരു കവിത അല്ലെങ്കിൽ ഒരു നോവല് നമ്മൾ അതേപടി
കോപ്പി അടിച്ചിട്ട് നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് പ്ലേജറിസം ആണ്. ഓക്കെ, ഇനി പാരാഫ്രേസ് പ്ലേജറിസം എന്ന് പറയുന്ന മറ്റൊരു കൈൻഡ് ഓഫ് പ്ലേജറിസം ഉണ്ട്, ടൈപ്പ് ഓഫ് പ്ലേജറിസം ഉണ്ട്. Paraphrase plagiarism occurs when you make minor changes to someone else's work and then pass it off as your own. Many people believe that paraphrasing someone else's work or ideas in your own words is acceptable. It is not acceptable. It is plagiarism if you do not credit the authors or thinker. അപ്പോൾ ഈ പാരാഫ്രേസ് പ്ലേജറിസം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ കഥയുടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പേരുകളൊക്കെ മാറ്റി, ഇപ്പൊ ശോശാമ എന്നുള്ളത് നമ്മൾ റോസമ്മ എന്നാക്കി മാറ്റിയിട്ട് നമ്മളൊരു കഥ എഴുതുകയാണെങ്കിൽ എന്താണ്, അതൊരു കോപ്പിയേഡ് തന്നെയാണ് അല്ലെ. ആ പേരും ആ സ്ഥലവും ഇപ്പൊ കുട്ടനാട് എന്നുള്ളത് നമ്മള് ഇപ്പം എറണാകുളം നാക്കിന്ന് വെച്ചിട്ട് അതിലൊരു മാറ്റവും വരുന്നില്ല, കഥയെല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെറിയ മൈനർ ആയിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ അതേ കഥ തന്നെ നമ്മൾ വേറൊരു ഗ്രന്ഥമാക്കി എഴുതി കഴിഞ്ഞാൽ അതും ഒരു കോപ്പിയേഡ് തന്നെയാണ്. അതും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇനി മൊസൈക് പ്ലേജറിസം എന്ന് പറയുന്ന മറ്റൊരു ഒരു ടൈപ്പ് ഓഫ് പ്ലേജറിസം ഉണ്ട്. അത് പറയുന്നത് ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഒരു കോപ്പിയടിയാണ്. Mosaic plagiarism occurs when you drop phrases attributed by the sources without using quotation marks and attribute them. Many people believe they are clever and try to distinguish plagiarism by changing words or sentences superficially. അപ്പോൾ ഈ മൊസൈക് പ്ലേജറിസം എന്ന് പറയുന്നത് ചില കണ്ടന്റുകൾ നമ്മൾ എടുത്തിട്ട് അതേപടി അതേ രീതിയിൽ തന്നെ ആ ഒരു കണ്ടന്റ് വെച്ച് തന്നെ നമ്മളൊരു ഗ്രന്ഥം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് ഒരു കോപ്പിയടിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പറയാൻ സാധിക്കും. മൊസൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുറമേ ഇടുന്നതാണ് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മൊസൈക് പ്ലേജറിസം എന്ന് പറയുന്നത്. ഈ ഒരു പുറമേ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ നമ്മുടേതായ രീതി എഴുതുകയാണെങ്കിൽ പോലും അതും ഒരു കോപ്പിയടി തന്നെയാണ്. പിന്നെ ആക്സിഡന്റൽ പ്ലേജറിസം എന്ന് പറയുന്നുണ്ട്. അതായത് ആക്സിഡന്റൽ പ്ലേജറിസം എന്ന് പറയുന്നത് വളരെ ആകസ്മികമായിട്ട് നടക്കുന്ന ചില കോപ്പിയടികളാണ്. അതെന്ന് പറയുന്നത് ചിലപ്പോൾ പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള ചില കഥകളോ അല്ലെങ്കിൽ കവിതകളോ ഒക്കെ ആയിരിക്കാം നമ്മളെ ബാധിക്കാറുണ്ട്, നമ്മളെ സ്വാധീനിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ കഥകളും കവിതകളും ഒക്കെ നമ്മളെ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ചില മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഒരു കഥയൊക്കെ എഴുതുമ്പോൾ നമ്മൾ പണ്ട് വായിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും അത് നമ്മളെ സ്വാധീനിക്കുകയും ആ രീതിയിൽ ഒരു കഥ എഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്നതും ഈ ആക്സിഡന്റൽ പ്ലേജറിസത്തിന്റെ ഉദാഹരണമാണ്. അപ്പം അതും ശരിക്കും പറഞ്ഞാൽ ഒരു കോപ്പിയടി തന്നെയാണ്. നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അത്തരത്തിൽ നമ്മൾ കോപ്പി അടിക്കാനായിട്ട് പാടില്ല. ഇനി സെൽഫ് പ്ലാഗറിസം എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള ചില കഥകളൊക്കെ ഏതെങ്കിലും ഒരു പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ മാഗസീൻസിലൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പേരിലാണെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു അതേ സാധനം തന്നെ നമ്മൾ പിന്നെയും എടുത്ത് ഒരു ഗ്രന്ഥമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത ഒരു ഗ്രന്ഥമായിട്ട് എഴുതുവാണെങ്കിൽ അതും സെൽഫ് പ്ലേഗറിസം എന്ന് പറയും. അപ്പൊ നമ്മളെ തന്നെ നമ്മൾ കോപ്പി അടിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങൾ തന്നെ നമ്മൾ കോപ്പി അടിച്ച് എഴുതുകയാണ് ചെയ്യുക. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു തെറ്റ് തന്നെയാണെന്നാണ് പറയാം. കാരണം ആളുകൾ അത് വിചാരിക്കുന്നത് വേറൊരു ഗ്രന്ഥകർത്താവിന്റെ പേരിൽ കിടക്കുന്ന ഒരു കൃതി നമ്മളെടുത്ത് നമ്മുടേതാക്കി എന്നുള്ള ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. അപ്പൊ അതും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പൊ ടൈപ്സ് ഓഫ് പ്ലേജറിസം എന്ന് പറയുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് സബ് ഹെഡിങ്സ് ഉണ്ട്. ഡയറക്റ്റ് പ്ലേജറിസം, അതുപോലെ തന്നെ പാരാഫ്രേസ് പ്ലേജറിസം, അതുപോലെ തന്നെ മൊസൈക് പ്ലേജറിസം, അതുപോലെ തന്നെ ആക്സിഡന്റലും സെൽഫും ഉണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. ഈ വാട്ട് ഈസ് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? പകർപ്പ് അവകാശമാണ് അല്ലെ. പകർപ്പ് അവകാശം എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രന്ഥങ്ങൾക്കുണ്ടാവും, അതുപോലെ തന്നെ ചില പ്രധാന കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ കോപ്പിറൈറ്റ് ഉണ്ടാവേ. അതായത് നമ്മുടെ രചനകൾ ആരെങ്കിലും വേറെ ഒരു രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചോദ്യം ചെയ്യാനും അവരെ ശിക്ഷിക്കാനും ഒക്കെയുള്ള ഒരു അധികാരം നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കോപ്പിറൈറ്റിലൂടെ. അപ്പൊ അത് എന്താണെന്ന് ജസ്റ്റ് ആയിട്ട് നോക്കാം. നമ്മൾ പല സിനിമകളിലും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും കോപ്പിറൈറ്റ് കിട്ടിയെന്നും അല്ലെങ്കിൽ കോപ്പിറൈറ്റിന് എതിരാണോ അതുകൊണ്ട് അത് ജയിലിൽ പോകേണ്ട ഒരു ശിക്ഷയായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ എന്താണ് ഈ കോപ്പിറൈറ്റ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. Copyright is a type of intellectual property protection gathered to others under Indian law. This will include writing, songs, sound recordings, films, computer programs, tablets, and database. Copyright is a legal right granted to authors of literary, dramatic, musical, and artistic works, as well as producers of cinematograph, films, and sound recordings. അപ്പോൾ
കോപ്പിറൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം, ഇപ്പം അത് മ്യൂസിക് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീം ആവാം, കണ്ടന്റ് ആവാം, ഗ്രന്ഥമാവാം, ഇതൊക്കെ മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ പേരിൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ അത് നമ്മുടെ കോപ്പിറൈറ്റിനെതിരാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു കേസ് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ കോപ്പിറൈറ്റിനെതിരാണ് എന്നൊക്കെ പറയുന്ന ചില സോങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. യൂട്യൂബേഴ്സ് ഒക്കെ ചില കോപ്പിറൈറ്റ് സോങ്സ് ഉപയോഗിച്ചതിന്റെ പേരിൽ വിമർശനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചില നിയമ നടപടികൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Copyright law grants the author to create of a work of a derived set of exclusive rights over his work for a limited time. Chinnappa Reddy J observes in Gramophone Co. V. Brinder AIR 1984 SC 6067. At the artistic literature or music work is author's brainchild and fruit of his labor and thus considered to be his property. അപ്പോൾ പല സാധനങ്ങളും അവരവരുടെ കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ അവരവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയതാണ്, അവരുടെ അധ്വാനമാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് നമുക്ക് കോപ്പി റൈറ്റിങ്ങിന് കൊടുക്കാം. അപ്പൊ അങ്ങനെ കോപ്പി റൈറ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അയാളുടെ പ്രോപ്പർട്ടിയാണ്, അത് വേറെ ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ കോപ്പി റൈറ്റിൽ ഉൾപ്പെടുക. ചില സോങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി റൈറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അത് നമുക്ക് വേറെ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, അത് അവരുടെ അനുമതിയോട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉള്ള ആളുകൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു അവകാശം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമുക്കൊരു വില നൽകുന്നതാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു ലോയർ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലേജറിസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതായത് കോപ്പിയടി എന്ന് പറയുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് കോപ്പിയടി അല്ലെങ്കിൽ പ്ലേജറിസം എന്ന് പറയുന്നത് ചോദിച്ചു കണ്ടിട്ടുണ്ടേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, how can you avoid falling into the plagiarism trap as a writer? അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേജറിസം ട്രാപ്പിൽ ഉൾപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാന്നുള്ള കാര്യവും നമ്മൾ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതും എക്സാമിന് ചോദിച്ചു കാണാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്ലേജറിസം, അതായത് ഡിഫറെന്റ് ഫോംസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്ലേജറിസം എന്ന് ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് പ്ലേജറിസം, അതുപോലെ തന്നെ പാരഫ്രേസ്, മൊസൈക്ക്, അതുപോലെ തന്നെ ആക്സിഡന്റൽ സെൽഫ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ ഒന്ന് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പബ്ലിഷിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു കൃതി നമ്മൾ കണ്ടന്റ് എഴുതുന്നത് തൊട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിച്ച് അവസാനം ആ കൃതിയുടെ ലാസ്റ്റ് എഡിറ്റിങ്ങും അതുപോലെ തന്നെ അത് കോപ്പി അടിച്ച് ആകാതിരിക്കാനുള്ള എത്തിക്സും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പബ്ലിഷിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ ഒരു ക്രിയേറ്റീവ് റൈറ്റർ ആവാം, നമ്മുടെ റൈറ്റിംഗ്സിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്രന്ഥകർത്താവാകാൻ ഈ ഒരു ടെക്സ്റ്റ് തന്നെ പഠിച്ചാലും മതിയാവും. അപ്പോൾ ലാസ്റ്റ് 16th ചാപ്റ്റർ പബ്ലിഷിംഗ് ആണ്. പബ്ലിഷിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ അല്ലെ, പ്രസിദ്ധീകരണം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു കൃതി എഴുതിയാൽ മാത്രം പോരാ, അത് പബ്ലിഷ് ചെയ്ത ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ അത് ആളുകൾക്ക് വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. Publishing is the process of disseminated information of use as well as literary, specific, scientific or artistic creations among people. It is the entire intellectual and business process of selecting and arranging a text of create a book as well as promoting its ultimate use. The power of books is heavily dependent on the publisher's judgment, integrity, test and the selecting, producing and marketing books. A publisher is someone who is charged of the overall enterprisal responsibility to the publication of work. അപ്പോൾ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ആ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു റിസ്ക് എടുക്കുന്ന ആളുകളാണ്. കാരണം അവര് മുതൽ മുടക്കി ഒരു ഗ്രന്ഥകർത്താവിന്റെ ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വർക്ക് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിനുള്ളൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ലാഭം അവർക്ക് കിട്ടിയില്ല എങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാവും. അപ്പൊ പബ്ലിഷിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പബ്ലിഷേഴ്സ് ആണുള്ളത്, എന്താണ് പബ്ലിഷിംഗ് എന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം എന്ന് പറയുന്നത് വാട്ട് ഈസ് പബ്ലിഷിംഗ് ആണ് അടുത്ത കോൺസെപ്റ്റ്. മേക്കിംഗ് പബ്ലിക് ആൻഡ് വേർഡ്സ് ആൻഡ് ദ ഓതേഴ്സ് ഹാവ് റിട്ടൺ, എഡിറ്റേഴ്സ് ഹാവ് വർക്ക്ഡ് ഓൺ, ദ printers have produced is what publishing literally means. The business of realizing books and other materials is known as publishing. Publishing entails preparing author's work in the most appropriate form of manner and presenting it is the most efficient manner to the widest possible audience. അപ്പോൾ
പബ്ലിഷേഴ്സിന് അറിയായിരിക്കും ഈ ഒരു ഓഡിയൻസിന്റെ ചിന്താഗതി എങ്ങനെയാണ്, ഓഡിയൻസിന് ഏതൊക്കെ രീതിയിലുള്ള ഗ്രന്ഥങ്ങളാണ് ഇഷ്ടം, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പബ്ലിഷേഴ്സിന് അറിയായിരിക്കും. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് ആ ഗ്രന്ഥങ്ങൾ അത്തരത്തിലുള്ളതാണെന്ന് അത് അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് every time he has to decide whether or not to publish their title, he is taking a risk. He does this by weighting the prospect of profit against the possibility of loss. അതുപോലെ തന്നെ despite the numerous risks involved, such as court cases and violence, vandalism by offended individuals and groups, publishers devise indigenous ways of to operate. അപ്പോൾ എല്ലാ സമയവും നമ്മളൊരു പബ്ലിഷേഴ്സ് അവരുടെ ചില കമ്പനികളായിരിക്കും അല്ലെ, DC ബുക്സ് തുടങ്ങിയ പബ്ലിഷേഴ്സിനൊക്കെ നമുക്ക് അറിയായിരിക്കും. പല തരത്തിലുള്ള ആളുകൾ ചില സ്ഥാപനങ്ങളൊക്കെ പബ്ലിഷേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പബ്ലിഷേഴ്സ് അവർ പബ്ലിഷ് ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ വിശ്വസ്യത അവർ ഉറപ്പുവരുത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ റിസ്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയും അവരിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ഇപ്പം മോശമായിട്ടുള്ള ഒരു ഇൻകം ആണ് അവർക്ക് ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പോലും അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് കരകയറുവാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഒരു പബ്ലിഷേഴ്സിന്റെ ഒരു പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ അത് ചൂഷണം ചെയ്യുന്നതായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കേസും കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ ഒരു പബ്ലിഷേഴ്സിന്റെ പേരിലായിരിക്കും. അപ്പൊ ആ ഒരു റിസ്ക്കും കാര്യങ്ങളും പബ്ലിഷേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Some publishers believe that the first time author should be satisfied with a book in his name and should not accept a royalty. This is especially appealing to enthusiastic students and researchers who want to show off their book in front of friends and family. There is a larger group of publishers who treat textbooks and other books differently. The author's contract guarantees 10% of royalty and it is used a textbook. There is a stepmotherly treatment of non-textbooks. The cover price is reduced by the significant percentage despite some publishers' practices. Another others still require them. അപ്പോൾ പബ്ലിഷേഴ്സ് എന്തൊക്കെ രീതിയിലുള്ള റിസ്ക്കും കാര്യങ്ങളാണ് എടുക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. പബ്ലിഷേഴ്സ് അവരുടെ ഗ്രന്ഥങ്ങൾ ഓരോ ഗ്രന്ഥകർത്താവിന്റെ ഗ്രന്ഥങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് നമ്മളൊരു അവയർനെസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ ഒരു പുതിയൊരാള് അയാളുടെ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ചില റോയൽറ്റി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ പങ്ക് ചിലപ്പോൾ ആ ഗ്രന്ഥകർത്താക്കൾക്ക് ലഭിച്ചെന്ന് വരില്ല. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു പബ്ലിഷേഴ്സുമായിട്ട് നമ്മൾ ഒന്ന് ഡിസ്കഷൻ നടത്തി തീരുമാനമെടുത്തതിന് ശേഷം വേണം നമ്മൾ പബ്ലിഷേഴ്സിനെ സമീപിക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ കൃതികൾ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൈയെഴുത്ത് പ്രതികളാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു നിലവാരം നമ്മൾ എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പൊ അതിന്റെ മാനുസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ അനുസരിച്ച് അത് നല്ല രീതിയിലുള്ള മികച്ച പ്രതികരണമാണ് നൽകുന്നത്. അതനുസരിച്ച് മാനുസ്ക്രിപ്റ്റ് നല്ലതാണോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് likely to sell. These were anything to instict value in it that could be turned into a book. It is the submitted manuscript appropriated for the publishers list. അപ്പോൾ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് പബ്ലിഷേഴ്സിന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കേണ്ടത് പ്രധാനമാണ്. നമ്മൾ ഈ ഒരു ബുക്ക് നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു കൈയെഴുത്ത് പ്രതി നമുക്ക് സെല് ചെയ്യാനായിട്ടുള്ള നിലവാരമുള്ളതാണോ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ് ആരെങ്കിലും നേരത്തെ പബ്ലിഷ് ചെയ്താണോ, ഇത് കോപ്പി അടിച്ചതാണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ കോപ്പി എഡിറ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കണം. കോപ്പി എഡിറ്റർ എന്ന് പറയുന്നത് എൻഷുർ എലിജിബിലിറ്റി, അതുപോലെ ലുക്സ് ആഫ്റ്റർ പെർമിഷൻസ് ഫോർ കോപ്പി റൈറ്റിംഗ് മെറ്റീരിയൽസ്, മേക്സ് എ ഓതർ സ്റ്റൈൽ ഫ്രീ ഓഫ് ഇൻകൺസിസ്റ്റൻസ്, ഗ്രാമറ്റിക്കൽ ഇറേഴ്സ് ആൻഡ് ഫങ്ഷണൽ incorrects and pursued the author about changes in the manuscript in accordance with the publisher's style. അപ്പോൾ ഈ കോപ്പി എഡിറ്റേഴ്സ് എങ്ങനെയാണ് കോപ്പി എഡിറ്റിംഗ് നടത്തേണ്ടത്, അതുപോലെ തന്നെ കോപ്പി എഡിറ്റിംഗ് ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓതറിന് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റിങ്ങിന് ഒരു എലിജിബിലിറ്റി ഉണ്ടോ, അത് റൈറ്റ് സെല് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ കോപ്പി എഡിറ്റിംഗിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതൊരു ഗ്രന്ഥമായിട്ട് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ
ടൈപ്സ് ഓഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മുടെ ടെക്നിക്സ് വളർന്നതിനനുസരിച്ച് നമ്മൾ പല രീതിയിൽ പബ്ലിഷിംഗ് നടത്താറുണ്ട് അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ഈ ബുക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇന്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. നമ്മൾ പറഞ്ഞു കുക്കു എഫ്എമ്മിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വേണമെങ്കിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രന്ഥം നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. ഗൂഗിളിലൊക്കെ ബ്ലോഗുകളായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് അത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ സാധാരണ കാണുന്ന പോലെ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളായിട്ട് നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങൾ വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചിൽഡ്രൻസിന്റെ ബുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള രചനകൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു പബ്ലിഷിംഗ് ടൈപ്സ് നമുക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. അപ്പൊ ചില ആളുകളൊക്കെ ചില പബ്ലിഷേഴ്സിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ചില ആളുകൾ ചില പബ്ലിഷേഴ്സ് കുട്ടികളുടെ രചനകൾ മാത്രമേ പബ്ലിഷ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ചില ആളുകൾ ഈ അക്കാഡമിക് നിലയിലുള്ള ചില ബുക്കുകൾ മാത്രമേ പബ്ലിഷ് ചെയ്യാറുള്ളൂ. അപ്പൊ അതുപോലെയുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ടൈപ്പുകൾ കാണും. ചില ആളുകൾക്ക് ചില പ്രത്യേകതരം ബുക്കുകളായിരിക്കും പബ്ലിഷ് ചെയ്യാൻ താല്പര്യം. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ട്രേഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ്. ഇതും ടൈപ്സ് ഓഫ് പബ്ലിഷിംഗ് ഉൾപ്പെടുന്നതാണ്. There are books that are intended and general reading and they are primarily sold through bookshops and library styles and include poetry, literature, biographies, political and topical commentaries, religion, travel and all general notifications book, because the majority of books are published in this category. In this type of publishing is known as the father of all publishing. ഹാർഡ് വർക്ക് ആൻഡ് പേപ്പർബാക്ക് എഡിറ്റിംഗ്സ് ആർ അവൈലബിൾ. ഇപ്പൊ ട്രേഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പബ്ലിഷിംഗ് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ലിറ്ററേച്ചറും ബയോഗ്രഫീസും അതുപോലെ തന്നെ പൊളിറ്റിക്കലും ടോപ്പിക്കൽ കമന്ററീസും ഒക്കെ നമുക്ക് ഈ ഒരു ട്രേഡ് പബ്ലിഷിംഗിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. റിലീജിയനും ട്രാവൽ ബുക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ട്രേഡ് പബ്ലിഷിംഗിൽ ഇത്തരത്തിലുള്ള ബുക്കുകളൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 3 തരത്തിലുള്ള ടൈപ്സ് ഓഫ് പബ്ലിഷിംഗ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രേഡ് പബ്ലിഷിംഗ് ആണ്, രണ്ടെന്ന് പറയുന്നത് ചിൽഡ്രൻസ് ബുക്സ് ആണ്, മൂന്നെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇനി ന്യൂ കോൺസെപ്റ്റ്സ് ഇൻ പബ്ലിഷിംഗ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് ഈ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമായിട്ടല്ല പബ്ലിഷ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രന്ഥങ്ങൾ നമുക്ക് ഗ്രന്ഥകർത്താക്കൾക്ക് തങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ പല മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയാം. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ചില സൈറ്റുകളിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വായിക്കാനായിട്ട് ആളുകൾക്ക് ചിലപ്പോൾ ചില കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആളുകൾ വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പബ്ലിഷിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റ് വഴിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴികളിൽ ഇതുവരെ ഈ പബ്ലിഷിംഗ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇത് the process of creating the disseminated information by electronic means such as email and other internet is known as the electronic publishing. Materials are for electronic publication can be derived from traditional paper publishing or designed specifically for electronic e-publishing. Web publishing or internet publishing is the process of creating documents that are only viewable on a computer screen and are never printed on paper. അപ്പോൾ ഈ ഒരു പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പേപ്പറുകളിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥങ്ങളായിരിക്കില്ല. അത് നമ്മുടെ ഇന്റർനെറ്റ് വഴിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. അത് നമുക്ക് എന്താണ് ഇന്റർനെറ്റ് ഉപയോഗിച്ചോ ഫോൺ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ഒക്കെ നമുക്ക് അത് വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന് ഒരിക്കലും പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവില്ല. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഫ്യൂച്ചർ ഓഫ് ദ പ്രിന്റഡ് ബുക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രിന്റഡ് ബുക്കുകൾ ഉള്ള അല്ലെങ്കിൽ ചില പ്രിന്റഡ് ബുക്കുകളൊക്കെ വരുന്നത് വളരെയധികം കുറവാണ് അല്ലെ. വലിയ രീതിയിലുള്ള ഗ്രന്ഥകർത്താക്കന്മാരോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എഴുത്തുകാരൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്ന ടെക്സ്റ്റുകളുടെ രൂപത്തിലുള്ള ഒരു ഗ്രന്ഥങ്ങളൊന്നും നമുക്ക് ഇന്ന് കാണാൻ പോലും കിട്ടില്ല. വളരെ കുറവാണ് അല്ലെ. അപ്പൊ പണ്ടത്തെക്കാളും വളരെ ചെറിയ രീതിയിൽ മാത്രമേ ബുക്കുകളൊക്കെ പബ്ലിഷ്ഡ് ആവുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ഒരു പ്രിന്റഡ് ബുക്സിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിന് നമ്മളെ സഹായിക്കും. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊന്നും ചിലപ്പോൾ നിലവിൽ ഉണ്ടാവില്ല. അതിനെല്ലാം പകരം ഈ ബുക്സുകളൊക്കെ ആയിരിക്കും നമുക്ക് വായിക്കാനായിട്ട് ഉണ്ടാവുക.
Since the advance of personal computers, there have been responses to the dismiss of the printed word and rise of the paperless office, as everything can be accessed directly from the computer screen. However, despite the fact that it may be a passing fund, office culture and increased simply because there are printed variations of documents. There are electronic variants stored on various computers, as well as copies of these. Paper is being used more and more, collating up already limited office space. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമോ, നമുക്ക് ഓൺലൈനായിട്ട് വിവരങ്ങൾ അന്വേഷിക്കുകയോ അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് പ്രിന്റ് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലെ എല്ലാ ഓഫീസ് വർക്കുകളാണെങ്കിലും ഗവൺമെന്റ് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ പ്രൈവറ്റ് ഓഫീസുകളിലെ കാര്യമാണെങ്കിലും എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എഴുതുന്ന രീതി വളരെ വളരെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടെന്ന് പറയുന്നത് എന്താണ്, എല്ലാം എഴുതിക്കൊണ്ടാണ് ഇരുന്നത് അല്ലെ. എല്ലാം എഴുതി 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 നമ്മൾ ഇരിക്കേണ്ടിയിരുന്നു. കാരണം നമുക്ക് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം എഴുതി എഴുതി വെക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഓഫീസുകളിലൊന്നും സാധനങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ അത് നമുക്ക് എവിടെയും അത് നമ്മുടെ സ്റ്റോർ റൂം ഒക്കെ ഫുൾ ആയിട്ട് ഇരിക്കുന്നതിന് അത് കാരണമാകും. കാരണം ഒത്തിരി പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഒരുപാട് പേപ്പർ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ സ്പേസ് കുറയുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇപ്പൊ എല്ലാം തന്നെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇനി ടെക്സ്റ്റ് ബുക്കുകൾ രൂപത്തിൽ നമുക്ക് ഗ്രന്ഥങ്ങൾ എഴുതുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ആളുകൾക്ക് ചിലപ്പോൾ ഗ്രന്ഥങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് അത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് വായിക്കാനുള്ള ചിലപ്പോൾ അതിനുള്ള ഒരു ക്ഷമ ഉണ്ടായെന്നും വരില്ല. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ്സിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. ഓക്കെ, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ why are publishers vital for authors? അപ്പോൾ പബ്ലിഷേഴ്സ് ഓതേഴ്സ് തമ്മിലുള്ളൊരു ബന്ധം, അതുപോലെ തന്നെ ഈ ഒരു പബ്ലിഷേഴ്സ് അവരുടെ ഗ്രന്ഥങ്ങൾ അവർ പബ്ലിഷ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കണേ. പിന്നെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വന്ന് കണ്ടിട്ടുള്ളത് വാട്ട് ഈസ് ഇ പബ്ലിഷിംഗ്. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പബ്ലിഷിംഗ് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ പ്രിന്റഡ് നോട്ട്സ് അല്ലാതെ അല്ലെങ്കിൽ പ്രിന്റഡ് ടെക്സ്റ്റുകൾ അല്ലാതെ നമ്മുടെ ഇന്റർനെറ്റ്, ഫോൺ, കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രചനകൾ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അതെല്ലാമാണ് ഈ ഒരു പബ്ലിഷിംഗിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അതൊക്കെയാണ് പ്രധാനമായിട്ട് ചോദിച്ചു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അതുപോലെ വാട്ട് ഈസ് മെന്റ് ബൈ എ പേപ്പർലെസ് ഓഫീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ പേപ്പറുകൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം അത് നമ്മുടെ സ്പേസ് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ എഴുതി നമ്മുടെ ഒരു ടൈം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നമുക്ക് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതൊരു പ്രത്യേക കാര്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത് നമുക്ക് ആ ഒരു പുസ്തകങ്ങളൊക്കെ തപ്പി അത് കണ്ടെത്താനായിട്ട് എത്തുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ആ ഒരു എന്തെങ്കിലും നമുക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ വേഗം നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു ബുക്കുകളുടെ രൂപത്തിലാകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. മറിച്ചൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു രീതികളൊക്കെ കൊണ്ടാണ് ഈ ഒരു പേപ്പർലെസ് ഓഫീസേഴ്സ് ഒക്കെ ഇന്ന് കൂടുതലായിട്ട് വരുന്നത്. ഇനി ഭാവിയിലേക്ക് പേപ്പറുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? നമുക്ക് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യാമോ? ചാറ്റിലൂടെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഒരു തമ്പിടാവോ ഓക്കെ ആണെങ്കിൽ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. വലിയ കാര്യമായിട്ടുള്ളതൊന്നും അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റ് നമ്മളെ എങ്ങനെ ഒരു നല്ല ക്രിയേറ്റീവ് റൈറ്റർ ആക്കാം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ഒരു നല്ല റൈറ്റർ ആവാനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റിനും ആൻസർ എഴുതണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ മാർക്കിനെ അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ,
അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു മിസ്സേ.